ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന്റെ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സുകളുടെ ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക്. അപ്പൊ നോക്കേ, ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ സിസ്റ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? ഒരു സെന്ററിൽ ഒരു മെറ്റൽ കാണും. മെറ്റലിന് ചുറ്റും 5 ലിഗാൻസും കാണും. 5 ലിഗാൻസും കാണും. അപ്പം സെൻട്രൽ ഒരു മെറ്റൽ ഉണ്ട്. ഈ 5 പൊസിഷനിൽ 5 ലിഗാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇനി ഇതിൽ നോക്കാം. ഇതിൽ ആക്സിസുകൾ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഇത് ഇസഡ് ആക്സിസ്, ഇസഡ് ആക്സിസ്. ഇനി എക്സ് ആക്സിസ്, എക്സ് ആക്സിസ്. ദെൻ ഇത് വൈ ആക്സിസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പം ഇനി ഇതിനകത്തോട്ട് നോക്കുക. ലിഗാൻസ് അപ്രോച്ച് ചെയ്യുവാണ്. ഈ ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സിനകത്തോട്ട് 5 ലിഗാൻസ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുവാണ്. അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് എലോങ് ദി ആക്സിസ്, അല്ലെങ്കിൽ ഇവിടെ ഏത് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ലിഗാൻഡ് ഡയറക്ട്ലി ഉള്ളത്? ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലെ. എലോങ് ദി ആക്സിസിൽ ലിഗാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ 6 ലിഗാൻസ് ഒക്കെയാണ്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് വൈ, ഡി വൈ ഇസഡ്, ഡി എക്സ് ഇസഡ്. നമ്മുടെ 5 ലിഗാൻസ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ എലോങ് ദി ആക്സിസിൽ കൂടെ പോയിരിക്കുന്നത് ആകെ ഇസഡ് ആക്സിസിൽ കൂടെ മാത്രമേ ഉള്ളൂ ഈ ലിഗാൻസ് ഡയറക്ട്ലി പാസ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് ലിഗാൻസിനായിരിക്കണം? ഡി ഇസഡ് സ്ക്വയറിനായിരിക്കണം ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡി ഇസഡ് സ്ക്വയറിനായിരിക്കണം. ഇനി അപ്പൊ നോക്ക്, ലിഗാൻസ് ഡയറക്ട്ലി ആക്സിസിലൂടെ പോയിരിക്കുന്നത് ഇസഡ് ആക്സിസിലൂടെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മുടെ സ്പ്ലിറ്റിങ് 5 ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽസിനായിരിക്കണം. ഇനി നമുക്ക് ബാക്കി ലിഗാൻസിനെ നോക്കാം. അപ്പൊ ഈ 2 ലിഗാൻസ് നോക്കിയപ്പോഴത്തേന് ഇവര് രണ്ടുപേരും എലോങ് ദി ആക്സിസിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബും എലോങ് ദി ഇസഡ് ആക്സിസിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡി ഇസഡ് സ്ക്വയറിന് ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്തത്, ഏറ്റവും കൂടുതൽ എനർജി വന്നത്. ഇനി നോക്ക്, ബാക്കി 3 ഓർബിറ്റൽസ് എവിടെയാണ് നിൽക്കുന്നത്? ഈ ഓർബിറ്റൽ. ഇതിന്റെ രണ്ടിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു എലോങ് ദി ഇസഡ് ആക്സിസിലാണ്. ഇനി 3 ഓർബിറ്റൽസ്, ഈ 3 ഓർബിറ്റൽസും നമ്മൾ 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദി എക്സ് വൈ പ്ലെയിൻ, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനിലാണ് ഈ 3 ലിഗാൻഡുകൾ. 1, 2, 3 ഈ 3 ലിഗാൻഡുകളും എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ ഈ ഇസഡ് സ്ക്വയറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ കഴിഞ്ഞാൽ പിന്നെ റിപ്പൾഷൻ കൂടുതൽ അനുഭവപ്പെടുന്ന രണ്ടുപേരാണ് ഈ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നവർ. ആരൊക്കെയാ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും എക്സ് വൈ. സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ടുപേരാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി എക്സ് വൈ. ഇവർ ഡീജനറേറ്റ് ആണ്, അതായത് രണ്ടുപേർക്കും സെയിം എനർജിയാണ്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനും ഡി എക്സ് വൈ ആണ്, ഡി എക്സ് വൈക്കും സെയിം എനർജിയാണ്. അതായത് രണ്ടുപേർക്കും സെയിം റിപ്പൾഷൻ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, സെയിം എനർജിയാണ്. ഇനി പിന്നെ ബാക്കിയുള്ളവര് ആരൊക്കെയാ? വൈ സെഡ്, എക്സ് സെഡ്. ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ എക്സ് സെഡിനും വൈ സെഡിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ തീരെ കുറവാണ്. സോ അവരായിരിക്കും പിന്നെ ഏറ്റവും എനർജി കുറഞ്ഞവർ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു ട്രൈഗണൽ ബൈപിരമിഡലിന്റെ കേസിൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ പറയാം, നമ്മുടെ ട്രൈഗണൽ ബൈപിരമിഡൽ ആവുമ്പോഴത്തേന് നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? സ്ട്രക്ചർ മെറ്റൽ എന്ന് പറഞ്ഞാൽ സെന്ററിൽ പിന്നെ 5 ലിഗാൻസ് ചുറ്റും ഇതുപോലെ 5 ലിഗാൻസും ഉണ്ട്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് ഇതാണ് ഇസഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴത്തേന് 2 ലിഗാൻസ് ഇസഡ് ആക്സിസിന് എലോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇസഡ് ആക്സിസിൽ നിൽക്കുന്ന നമ്മുടെ ഡി ഓർബിറ്റൽസിന്റെ
ഡി ഓർബിറ്റൽ ഏതാ ഡി ഇസഡ് സ്ക്വയർ, അതായത് ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബ് അലോങ് ദി ഇസഡ് ആക്സിസിലല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. സോ ഇവിടെ ഈ ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബ് ഇങ്ങനെ ഇസഡ് ആക്സിസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മെറ്റലുമായിട്ട് നടക്കുന്ന റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ല കൂടുതലായിരിക്കും. റിപ്പൾഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എനർജിയും നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്പ്ലിറ്റിംഗ് നടന്നപ്പോഴത്തേന് ഏറ്റവും ഹയർ എനർജി ഉള്ള ആളായിട്ട് ഡി ഇസഡ് സ്ക്വയർ വന്നു. ദെൻ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കി 3 ലിഗാൻസും എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ നമ്മുടെ ഡി ഓർബിറ്റൽസിനകത്ത് എക്സ് വൈ പ്ലെയിനിലുള്ളവർക്കായിരിക്കും പിന്നെ റിപ്പൾഷൻ കൂടുതൽ അനുഭവപ്പെടുന്നത്. അതായത് രണ്ടുപേരുണ്ട്, ഡി എക്സ് വൈ ഉണ്ട്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. രണ്ടുപേർക്കും സെയിം എനർജിയാണ്. സോ ഡി ജനറേറ്റ് ആയിട്ട് അടുത്ത എനർജി ലെവലിൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി എക്സ് വൈയും കൂടെ ഓക്കുപൈ ചെയ്യും. പിന്നെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള രണ്ടുപേർക്ക് എനർജി ഇവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നല്ല കുറവാണ്, ഡി വൈ ഇസഡിനും ഡി എക്സ് ഇസഡിനും. സോ സ്പ്ലിറ്റിംഗ് നടന്ന് ഏറ്റവും കുറഞ്ഞ എനർജി ഉള്ളവരായിട്ട് ഡി വൈ ഇസഡും ഡി എക്സ് ഇസഡും. അപ്പൊ ഇങ്ങനെയാണ് യൂഷ്വലി ഒരു ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സിനകത്ത് ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ നേരെ വരച്ചിട്ടുണ്ട്. ഡീജനറേറ്റഡ് ആയിട്ടിരുന്ന 5 ഡി ഓർബിറ്റൽസിലോട്ട് നമ്മൾ ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സ് ആയിരുന്നുണ്ടെങ്കിൽ ലിഗാൻസ് അപ്രോച്ച് ചെയ്തപ്പോഴത്തേന് അവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടന്നു. നമുക്ക് ഇസഡ് സ്ക്വയറിന് ഏറ്റവും കൂടുതൽ എനർജി, പിന്നെ അതിനെക്കാട്ടില് കുറഞ്ഞ എനർജി, നല്ല എനർജി വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഡി ഇസഡ് സ്ക്വയറും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതെന്ന് പറഞ്ഞാൽ എലോങ് ദി ആക്സിസിൽ കിടക്കുവാണ്, നല്ല റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെ കോണം റിപ്പൾഷൻ കുറവായിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നല്ല എനർജി ഗ്യാപ്പിൽ വ്യത്യാസം വരുന്നതിന്റെ റീസൺ. അപ്പം അത് കഴിഞ്ഞിട്ട് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് വൈ ഡീജനറേറ്റ് ആണ്, രണ്ടുപേർക്കും സെയിം എനർജി. അത് കഴിഞ്ഞ് ഏറ്റവും ലീസ്റ്റ് എനർജിയാണ് ഡി എക്സ് ഇസഡും വൈ ഇസഡും, അത് ഡീജനറേറ്റ് ആണ്, രണ്ടുപേർക്കും സെയിം എനർജി. ഇനി കുറച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സിനകത്ത് ഡി ഓർബിറ്റൽസിനെ നമ്മൾ 3 സെറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡി സെഡ് സ്ക്വയർ, ദെൻ ഡി എക്സ് വൈ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ദെൻ തേർഡ് ഡി എക്സ് ഇസഡ് വൈ ഇസഡ് അല്ലേ. 3 ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇസഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് വൈ, ദെൻ എക്സ് ഇസഡ് വൈ ഇസഡ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. 3 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആദ്യത്തേത് ഡി സെഡ് സ്ക്വയർ, പിന്നത്തെ രണ്ടെണ്ണം ഡബ്ല്യു ഡി ജനറേറ്റഡ് ആയിട്ടാണ്. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഡി ജനറസി, ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഡി ജനറസി. അടുത്ത പോയിന്റ് നോക്കും. ഓൾ ലോബ്സ് ഓഫ് ദ ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽസ് ലൈസ് ഇൻ റീജിയൻ ഓഫ് ദി ലിഗാൻസ്. സോ ഇലക്ട്രോൺ ഇൻ ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റൽ എക്സ്പീരിയൻസ് മച്ച് ഹയർ റിപ്പൾഷൻ. സോ എനർജി ഓഫ് ദ ഡി ഇസഡ് സ്ക്വയർ ഷുഡ് ബി ഹയർ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്താ, ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബ് നമ്മുടെ സ്ട്രക്ചർ ഇതാണെന്നുണ്ടെങ്കിൽ ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബ് എങ്ങനെയാ കിടക്കുന്നത്? എലോങ് ദി ഇസഡ് ആക്സിസിലൂടെയാണ് ഡി ഇസഡ് സ്ക്വയറിന്റെ ലോബ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഡി ഇസഡ് സ്ക്വയറിന് നല്ല രീതിയിൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്തു. റിപ്പൾഷൻ നല്ല കൂടുതലായതുകൊണ്ട് തന്നെ അയാളുടെ എനർജി ഏറ്റവും കൂടുതലായി. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കേ. ഓൾ ലോബ്സ് ഓഫ് ഡി എക്സ് ഇസഡ് ആൻഡ് ഡി വൈ ഇസഡ് ലൈസ് ബിറ്റ്വീൻ ദി ലിഗാൻസ്. സോ ഇറ്റ് എക്സ്പീരിയൻസ് ലെസ്സർ റിപ്പൾഷൻ. സോ ദ ഓർബിറ്റൽസ് ഹാവ് മച്ച് ലോവർ എനർജി. എക്സ് ഇസഡും വൈ ഇസഡും നോക്കിയപ്പോഴത്തേന് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസിൽ കിടക്കുന്ന ആളുകളാണ്. സോ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരബിളി നല്ല കുറവായിരിക്കും. അതുകൊണ്ട് ഡി എക്സ് ഇസഡിനും വൈ ഇസഡിനും നമ്മുടെ സ്പ്ലിറ്റിംഗ് വരച്ചപ്പോഴത്തേന് നല്ല ലോവർ എനർജി ആയിട്ടാണ് കണ്ടത് അല്ലേ. ഡി എക്സ് ഇസഡിനും വൈ ഇസഡിനും നല്ല ലോവർ എനർജി ആയിട്ടാണ് കണ്ടത്. അതായത് അതിനെക്കോണോ അതിന് റിപ്പൾഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇൻ ബിറ്റ്വീനിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത റിപ്പൾഷൻ നല്ല കുറവായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്ക്. An electron in dxy and x square minus y square are remote from the axial ligands but adjacent to the equatorial ligands. So dxy and dx square minus y square experience less repulsion compared to dz square. So energy is less than dz square but higher than dxz yz. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. xy x square minus y square xy ഇവരെന്ന് പറഞ്ഞാൽ ഈ xy പ്ലെയിനിലാണ് കിടക്കുന്നത്. അതുപോലെ ഈ 3 ലിഗാൻസും എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ ഇവർക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ ഈ ഡി സെഡ് സ്ക്വയറിന്റെ അത്രയും റിപ്പൾഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. പക്ഷേ ഈ ഡി എക്സ് ഇസഡ് വൈ ഇസഡ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യും ഈ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്ന 3 ലിഗാൻസിന്. അതുകൊണ്ട് തന്നെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനും ഡി എക്സ് വൈക്കും ആയിരിക്കും ഇവരെക്കാട്ടിൽ റിപ്പൾഷൻ കൂടുതൽ, എനർജി കൂടുതൽ. പക്ഷെ ഇവരെക്കാട്ടിൽ റിപ്പൾഷൻ കുറവ്, എനർജി കുറവ്. സോ ഇത്രയും കാര്യങ്ങളാണ് ട്രൈഗണൽ ബൈപിരമിഡൽ കോംപ്ലക്സിന്റെ കേസിൽ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. അപ്പം സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് അറിയണം, സ്ട്രക്ചർ അറിഞ്ഞിരുന്നാൽ മതി. ട്രൈഗണൽ ബൈപിരമിഡലിന്റെ സ്ട്രക്ചർ അറിയാലോ. അപ്പൊ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ട്രക്ചർ വരച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇസഡ് ആക്സിസിലൂടെ മാത്രമേ ഉള്ളൂ ഡയറക്ട്ലി ലിഗാൻഡ് കിടക്കുന്നത്. സോ ഇസഡ് സ്ക്വയറിൽ ഉള്ള ഡി ഓർബിറ്റൽസിനായിരിക്കും കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡി ഇസഡ് സ്ക്വയറിന് കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്ത് അത് ഹയർ എനർജി പോയത്. പിന്നെ ബാക്കി 3 ലിഗാൻസ് കിടക്കുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. അതുകൊണ്ട്
പിന്നെ റിപ്പൽഷൻ വരുന്നത് എക്സ് വൈ പ്ലെയിനിലുള്ള ഡി ഓർബിറ്റൽസിന്, അതായത് ഡി എക്സ് വൈയും ഡി വൈ സെഡ്, സോറി എക്സ് വൈയും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പക്ഷേ അവർക്ക് ഡീജനറേറ്റ് ആണ് രണ്ടുപേരും, സെയിം എനർജിയാണ്. സോ അടുത്തത് ആ ലെയർ. പിന്നെ ഏറ്റവും കുറവ് എക്സ് സെഡ് വൈ സെഡ്, അവർക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള റിപ്പൽഷൻ. കാരണം ലിഗാൻസ് ഒന്നും വലുതായിട്ട് അടുത്തില്ല. സോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ നല്ല കുറവായിരിക്കും. അതുകൊണ്ട് അവർ രണ്ടുപേരും ഏറ്റവും ലീസ്റ്റ് എനർജി ആയിട്ട് ഡീജനറേറ്റ് ചെയ്തു. അപ്പം സ്പ്ലിറ്റിങ് കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് അവിടെ നടക്കുന്ന സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. അത് വെച്ചിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രൈഗണൽ ബൈപിരമിഡലിന്റെ കേസ്.